ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവിധ മനുഷ്യരോടും, മൃഗങ്ങളോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല, അവർ നമുക്ക് റെസ്പോൺസ് തരില്ല. മനുഷ്യരോട് ഞാൻ ചോദിക്കാം, അതില് പണക്കാരെന്നില്ല, അല്ലെ വലിയ വലിയ കോടീശ്വരന്മാരെന്നില്ല, വലിയ വലിയ ബിസിനസ് ആൾക്കാരെന്നില്ല, വലിയ വലിയ സിനിമ ആക്ടേഴ്സ് എന്നില്ല, പാവപ്പെട്ട ഒരാൾക്കാരെന്നില്ല, വീടില്ലാത്ത ആൾക്കാരെന്നില്ല. ജസ്റ്റ് എല്ലാവരോടും കൂടി ഒരു ചോദ്യം. ഇപ്പൊ പണം ഉള്ളവർക്ക് ഓക്കെ, ഞങ്ങൾക്ക് ഒരുപാട് പണമുണ്ട്, ഞങ്ങൾ അപ്പൊ അതുകൊണ്ട് സമ്പന്നനാണ് എന്നുള്ള രീതിയിൽ നിൽപ്പുണ്ട്, യാതൊരുവിധ കാര്യം അന്വേഷിക്കാതെ, യാതൊരുവിധ ഇന്റർഫിയർ ചെയ്യാതെ. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റി കാണുന്ന എല്ലാവിധ പ്രശ്നങ്ങളൊന്നും വകവെക്കാതെ. കാരണം അവരൊരു AC വണ്ടിയിൽ, ഒരു AC വീട്ടിൽ, ഫുൾ കംഫർട്ട് ഉള്ള അവരുടെ ശരീരം, അവരുടെ വീട്ടുകാരുടെ ശരീരം എല്ലാം ഒരു കംഫർട്ട് സോണിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലെ. നമ്മുടെ സിനിമ ആക്ടേഴ്സും കാര്യങ്ങളും എല്ലാവരും അല്ലെ 300 കോടി 100 കോടിയൊക്കെ വരുമാനമൊക്കെ വന്ന്. പക്ഷേ ഇവരെല്ലാവരോടും കൂടി ചോദിക്കാം, നിങ്ങൾ എല്ലാവരെയും വിഴുങ്ങാൻ നിൽക്കുന്ന ഒരാളുണ്ട്. ഓക്കെ, ആ ഒരു വിഴുങ്ങിൽ പ്രത്യേക തരത്തിലൊരു വിഴുങ്ങലായിരിക്കും. അതായത് ഒരു ദിവസം എണീക്കുമ്പോൾ ഇവിടെ ഒരു പ്രളയം പൊട്ടി വന്നിട്ടുണ്ടാവും. അല്ലെ, മുല്ലപ്പെരിയൊക്കെ നൈസായിട്ടൊന്ന് പൊട്ടിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഒരു പ്രളയം വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭമായിട്ട് ഒരു സുനാമിയോ കാര്യങ്ങളും വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മളെ പാകിസ്ഥാനായിട്ട് നമ്മളെ തല്ലിക്കാൻ വേണ്ടി ഒരു അമേരിക്ക റഷ്യയൊക്കെ നടപ്പുണ്ട് ഒരുപാട്. ആ മോദിയുടെയൊക്കെ ഒരു ഐക്യം അല്ലെങ്കിൽ ആ ഒരു ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ്, ആ ഒരു ക്ഷമാശീലമൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഇതിൽ പോയി ചാടാത്തത്. ഓക്കെ, പക്ഷേ അത് അപ്പുറത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് ആക്രമിക്കും. അപ്പൊ അവിടെ ഒരു യുദ്ധവും കൂടി വരും. യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗണ്ടറിയിലുള്ള യുദ്ധമല്ല, ഗാസയിലുള്ള പോലെ മനുഷ്യർക്ക്, നമ്മളെ പോലെ സിവിലിയൻസിന് ആവുന്ന രീതിയിലത്തെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കോടി അല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര കോടി, 100 കോടി 500 കോടി 1000 കോടിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാലും ആ ഒരു ബാങ്ക് എമൗണ്ട് എല്ലാം അല്ലെ, നിങ്ങൾ എവിടെ പോയി ചോദിക്കും? ഇവിടെ ഇന്ത്യ എന്നുള്ള സിസ്റ്റത്തില് ഒരു കുഴി അല്ലെ, റോഡിലൊരു കുഴി ഉണ്ടായത് അടക്ക് സാറേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കാൻ ആളില്ല. അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പറ്റിച്ചു പോയാലോ കൊന്നാലോ ഒന്നും ചോദിക്കാൻ ആളില്ലാത്ത സമയത്ത് ഇത്ര യുദ്ധം നടക്കുമ്പോൾ ബാങ്ക് എല്ലാം പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ ആ ഒരു പണം എവിടെയെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ എന്താവുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭക്ഷണം, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ജലം അല്ലെ, ഇതെല്ലാം വേണ്ട ഒരു അവസ്ഥ അവിടെ വരും. ആ ഒരു അവസ്ഥ ഇല്ലാതാക്കിയാൽ മാത്രമേ ഗാസ എന്നുള്ള സിറ്റുവേഷൻ അവർക്ക് ഇന്ത്യയിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സെയിം പ്ലാൻ തന്നെ ഗാസയിൽ എന്ത് നടക്കുന്നു ആ ഒരു സെയിം പ്ലാൻ അവർക്ക് ഇവിടെ കൊണ്ടുവരാം. പക്ഷെ കേരളത്തിൽ എത്തിയപ്പോൾ കേരളം അത്യാവശ്യം നല്ല പച്ചപ്പാണ് അല്ലെ, ഒരു സർവൈവ് ചെയ്യണം, അത്യാവശ്യം ഐക്യമുള്ള ആൾക്കാരാണ്. അപ്പോ അതും കൂടി ഇല്ലാതാക്കണം. ഇത് എല്ലാത്തിന്റെയും പുറകിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി 98% കഴിഞ്ഞിരിക്കുന്നു. വേറൊന്നുമല്ല, ഒരു യുദ്ധം നടന്നു കഴിഞ്ഞു ഇപ്പൊ തന്നെ എറണാകുളം എന്ന് പറയുന്ന ഒരു കോൺക്രീറ്റ് കെട്ടിടങ്ങളും കൊണ്ട് നിറഞ്ഞു അല്ലെ. ഡൽഹി നോർത്തെല്ലാം പോയി, കംപ്ലീറ്റ് പോയി കഴിഞ്ഞു. ശുദ്ധവായുവില്ല, ശുദ്ധവെള്ളമില്ല, ബുദ്ധിയില്ല, അങ്ങനെ ആയിക്കഴിഞ്ഞു. ഇപ്പൊ കേരളവും അതുപോലെ തന്നെ 98% ആയിക്കഴിഞ്ഞു. പിള്ളേർക്കൊന്നും ജോലിയില്ല അല്ലെ, എല്ലാവരും പുറത്തു പോയി അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. അവരെ 2 വർഷം കൂടി വന്ന 2 വർഷം 2027 ആകുമ്പോഴേക്കും എല്ലാവരെയും തിരിച്ചിങ്ങോട്ട് വിടും. അമേരിക്കക്ക് ഇപ്പൊ തന്നെ പറഞ്ഞു ആർക്കും ജോലി കൊടുക്കണ്ടെന്ന്. ഓക്കെ, ഇനി വരാൻ പോകുന്ന കാനഡ, ന്യൂയോർക്ക്, ഇവരെല്ലാവരും പറയും, കാരണം അവിടെ AI റോബോട്ട്സ് വരും. പക്ഷെ ഇവിടുത്തെ ആൾക്കാർ പിന്നെയും 70 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷവും കൊടുത്ത് പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇതെല്ലാം സ്റ്റോപ്പ് ആവും. അപ്പൊ മാറി ചിന്തിച്ചില്ലെങ്കിൽ, റിലാക്സർ ഫോറസ്റ്റ് പോലെ സ്വന്തമായിട്ടുള്ള ഭക്ഷണം, സ്വന്തമായിട്ടുള്ള വെള്ളം എല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തില്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡബിൾ ആവും. കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ അവര് കൊണ്ടുവരുന്നതാണ്.